ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾ യുകെയിലും ആഗോളതലത്തിലും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് യുകെ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ഡൗണിംഗ് സ്ട്രീറ്റിൽ ബിസിനസ് രംഗത്തെ ആളുകളോട് പറഞ്ഞു. അമേരിക്കയിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങൾക്കും ട്രംപ് നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. യുകെയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% നികുതിയും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 20% നികുതിയുമാണ് ഈടാക്കുന്നത്. ഇത് ബുധനാഴ്ചയാണ് US പ്രസിഡന്റ് അറിയിച്ചത്. സാമ്പത്തിക രംഗത്തും കച്ചവടത്തിലുമെല്ലാം ലോകം ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് സർ കീർ പറഞ്ഞു. ഇത് സുരക്ഷയുടെ കാര്യത്തിലെ പോലെ തന്നെ പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US-ഉമായി ഒരു കരാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. എന്നാൽ യുകെയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. എല്ലാ സാധ്യതകളും പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾ തയ്യാറാണെന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഈ രാജ്യത്തിനുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാനഡ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഇതേ രീതിയിലുള്ള താരിഫുകൾ ഒഴിവാക്കാൻ യുകെ കഴിഞ്ഞ കുറേ ആഴ്ചകളായി US-ഉമായി ഒരു വ്യാപാര കരാറിന് ശ്രമിക്കുന്നുണ്ട്. US-ന്റെ പുതിയ പദ്ധതി അനുസരിച്ച് എല്ലാ ഇറക്കുമതികൾക്കും കുറഞ്ഞത് 10% നികുതി ഉണ്ടാകും. വൈറ്റ് ഹൗസ് മോശം കച്ചവടം ചെയ്യുന്നവർ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇതിലും കൂടുതൽ നികുതി ഈടാക്കും. ഇത് മറ്റു രാജ്യങ്ങളോടുള്ള പ്രതികാരമായിട്ടാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ ഈ നീക്കം പതിറ്റാണ്ടുകളായി US പിന്തുടരുന്ന സ്വതന്ത്ര വ്യാപാര നയത്തിന് എതിരാണ്. ഇത് US-ൽ വിലകൾ കൂട്ടാനും ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കാനും സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഡൗണിംഗ് സ്ട്രീറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ BBC-യോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു താരിഫുകളും വേണ്ട, എന്നാൽ മറ്റുള്ളവരെക്കാൾ കുറഞ്ഞ നികുതി ലഭിച്ചത് ഞങ്ങളുടെ കഴിവിനെ കാണിക്കുന്നു. 10%വും 20%വും തമ്മിലുള്ള വ്യത്യാസം ആയിരക്കണക്കിന് ജോലികൾക്ക് തുല്യമാണ് എന്നാണ്. എന്നാൽ കൺസർവേറ്റീവ് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് പറഞ്ഞത്, ഡസൻ കണക്കിന് രാജ്യങ്ങൾക്ക് 10% താരിഫുണ്ട്. ഇത് സർക്കാരിൻ്റെ മിടുക്ക് കൊണ്ടല്ല സംഭവിച്ചത്. US നമ്മുടെ താരിഫുകളും മറ്റു തടസ്സങ്ങളും വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. UK കാറുകൾ കയറ്റി അയക്കുമ്പോൾ 25% നികുതി നൽകേണ്ടി വരും. അതിനാൽ US-ഉമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കേണ്ടത് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യമായിരിക്കണം. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും വരാൻ പോകുന്ന ഈ പ്രതിസന്ധിയെ നേരിടാൻ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂറോപ്യൻ യൂണിയൻ വിട്ട് പുറത്തു വന്നതുകൊണ്ട് UKക്ക് നേട്ടമുണ്ടായെന്നും കൺസർവേറ്റീവുകൾ പറയുന്നു. ഷാഡോ ട്രേഡ് സെക്രട്ടറി ആൻഡ്രൂ ഗ്രിഫ്റ്റ്സ് പറഞ്ഞത്, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വന്നത് UKക്ക് ഒരു നേട്ടമാണ്. ലേബർ മന്ത്രിമാർ 48 തവണ ഇതിനെ എതിർത്തിരുന്നു. ബ്രെക്സിറ്റ് കാരണം യൂറോപ്യൻ യൂണിയനേക്കാൾ കുറഞ്ഞ താരിഫാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് ആയിരക്കണക്കിന് ബ്രിട്ടീഷ് ജോലികളും ബിസിനസ്സുകളും സംരക്ഷിക്കുമെന്നാണ് വടക്കൻ അയർലൻഡിലെ സാമ്പത്തിക മന്ത്രി കാവോയും ആർച്ചിബാൾഡ് പറഞ്ഞത്. താരിഫുകൾ വളരെ മോശമാണെന്നും വ്യാപാര ചർച്ചകളിൽ വടക്കൻ അയർലൻഡിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ ഓർമ്മിക്കണമെന്നും സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ബ്രെക്സിറ്റ് നിയമങ്ങൾ അനുസരിച്ച് വടക്കൻ അയർലൻഡിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ പാലിക്കണം. യൂറോപ്യൻ യൂണിയൻ US-നെതിരെ തിരിച്ചടി നൽകിയാൽ UK അതിന് തയ്യാറായില്ലെങ്കിൽ വടക്കൻ അയർലൻഡിലേക്ക് വരുന്ന US ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയന്റെ ഉയർന്ന നികുതി നൽകേണ്ടി വരും. എന്നാൽ വടക്കൻ അയർലൻഡിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ ഉപയോഗിക്കുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഇറക്കുമതിക്കാർക്ക് നികുതി ഇളവ് ലഭിക്കും. ലിബറൽ ഡെമോക്രാറ്റിക് നേതാവ് സർ എഡ് ഡേവി സന്നദ്ധരായ രാജ്യങ്ങളുടെ സാമ്പത്തിക കൂട്ടായ്മ രൂപീകരിച്ച് മോശമായ താരിഫുകളോട് പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടു. ട്രംപിനെതിരെ ലോകം ഒന്നിക്കണം. US-ഉമായി കച്ചവടം ചെയ്യുന്നതിന് പകരം മറ്റ് രാജ്യങ്ങളുമായി കച്ചവടം ചെയ്യാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇലോൺ മസ്കിന്റെ ടെൽസ കാറുകൾക്ക് പ്രത്യേക നികുതി ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റീഫോം UK ചെയർമാൻ സിയ യൂസഫ് പറഞ്ഞത്, ട്രംപിന്റെ താരിഫുകൾ US-ൽ വലിയ വിലക്കയറ്റം ഉണ്ടാക്കും, എന്നാൽ സർക്കാർ ചിലവുകൾ കുറയ്ക്കുകയും നികുതി ഇളവുകൾ നൽകുകയും ചെയ്യുമെന്നാണ്. അതേസമയം UK-ൽ വിലക്കയറ്റം ഉണ്ടായാൽ അതിനെ നേരിടാൻ മറ്റു വഴികൾ ഉണ്ടാകില്ല എന്നാണ്. UK-ൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ രാജ്യം ഭരിക്കാൻ കഴിവുള്ള ആളുകൾ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം UK ഏകദേശം 60 ബില്യൺ പൗണ്ടിന്റെ ഉൽപ്പന്നങ്ങൾ US-ലേക്ക് കയറ്റി അയച്ചു. അതിൽ പ്രധാനമായും യന്ത്രങ്ങൾ, കാറുകൾ, മരുന്നുകൾ എന്നിവയാണ് ഉണ്ടായിരുന്നത്. US-ഉമായി ചർച്ചകൾ നടത്തി താരിഫുകൾ കുറയ്ക്കാൻ കഴിയുമെന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. സർക്കാരിൻ്റെ ഈ രീതിക്ക് UK-യിലെ ബിസിനസ് മേഖലയിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ട്. CBI പറയുന്നത്, സർക്കാർ ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ടെന്നും ബിസിനസ്സുകൾക്ക് ഒരു വ്യക്തമായ സമീപനം ആവശ്യമാണെന്നുമാണ്. US-ലേക്കുള്ള കാറുകളുടെ ഇറക്കുമതിക്ക് 25% നികുതി ഏർപ്പെടുത്തിയത് വളരെ നിരാശാജനകമാണെന്ന് UK-യിലെ കാർ വ്യവസായികൾ പറയുന്നു. സൊസൈറ്റി ഓഫ് മോട്ടോർ മാനുഫാക്ചേഴ്സ് ആൻഡ് ട്രേഡേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് മൈക്ക് ഹാവ്സ് പറയുന്നത്, US-ന്റെ ഈ പ്രഖ്യാപനം വലിയ തിരിച്ചടിയാണെന്നാണ്. US-ഉം UK-യും തമ്മിൽ വ്യാപാര കരാർ ഉണ്ടാക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ താരിഫുകൾ കുറയ്ക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ കരാറിൽ സാങ്കേതികവിദ്യ, ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം, സേവനങ്ങൾ, കൃഷി എന്നിവയെക്കുറിച്ചും ചർച്ചകളുണ്ടാകും. US താരിഫുകൾ മാറ്റാൻ UK വലിയ ടെക് കമ്പനികളുടെ നികുതി മാറ്റാൻ തയ്യാറാണെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് സൂചിപ്പിച്ചു. 2020-ൽ അവതരിപ്പിച്ച ഡിജിറ്റൽ സർവീസസ് ടാക്സ് വലിയ US കമ്പനികളായ ആമസോൺ പോലുള്ള കമ്പനികൾക്ക് 2% നികുതി ചുമത്തുന്നുണ്ട്. ഇതിലൂടെ പ്രതിവർഷം ഏകദേശം 800 മില്യൺ പൗണ്ട് നികുതിയായി ലഭിക്കുന്നുമുണ്ട്.